പ്രധാനമായിട്ട് ഈ മൂക്കടപ്പ്, വിട്ടുമാറാത്ത ജലദോഷം, അതെല്ലാം ഉണ്ടാകുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേരിലും നമുക്കിപ്പോൾ ഈ വിട്ടുമാറാതെയുള്ള ജലദോഷം, 2-3 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദന, അതുപോലെ മൂക്കൊലിപ്പ്, ഇതൊക്കെ ഒരുപാട് പേരിൽ ഇപ്പോൾ വളരെ സാധാരണയായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വരുന്ന പല പേഷ്യൻസും ഇതേ ഒരു അസുഖങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും. ഇത് ഇറ്റ്സെൽഫ് ഒരു അസുഖമായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതോ ഇത് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണോ കാണുന്നത്? പ്രധാനമായിട്ട് ഈ മൂക്കടപ്പ്, വിട്ടുമാറാത്ത ജലദോഷം, അതെല്ലാം ഉണ്ടാകുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയാണ്. അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ അലർജിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്കത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പൊടിയടിക്കുകയോ അങ്ങനെ കാലാവസ്ഥ ചേഞ്ച് വരുമോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂക്കിന്റെ പാലത്തിനോ അങ്ങനെ ഘടനാപരമായ എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ഡിഫോമിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന രോഗികളെ നമ്മൾ ആദ്യം അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒ പിയിൽ വെച്ച് തന്നെ ചെറിയൊരു എൻഡോസ്കോപ്പി പോലത്തെ ഒരു പ്രൊസീജിയർ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എൻഡോസ്കോപ്പി ഒന്നും അല്ല, നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് തീർക്കാവുന്ന ഒരു എൻഡോസ്കോപ്പി, ഒരു ചെറിയൊരു ക്യാമറ, നേരത്തെ ഒരു ട്യൂബ് മൂക്കിലൂടെ കടത്തി അതിൻ്റെ അകത്ത് മൂക്കിന്റെ ഘടനാപരമായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അലർജിക് ചേഞ്ചസോ ഒക്കെ മൂക്കിലുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതും ഈ അലർജി ഇത് കുറെ കാലമായി ഉള്ളവർ മാത്രമാണ് നമ്മളത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ സ്പ്രേസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നമ്മളൊന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ചിലരിലാണെങ്കിൽ ഈ അലർജി കൂടി ഇൻഫ്ലമേഷൻ ആയി, അതായത് നീര് വെച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ദശ പോലത്തെ ഇതൊക്കെ കാണുകയാണെങ്കിൽ ചിലരിൽ നമുക്കതിന് സർജറി പോലത്തെ അതും നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഈ കൊടുക്കുന്ന സ്പ്രേസ് അത് ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ്. സാർ, എൻഡോസ്കോപ്പിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഒരു എൻഡോസ്കോപ്പി എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേദനയോ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും പിന്നീടാണെങ്കിലും ഉണ്ടാകുമോ? പല ആളുകളിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇത് എന്താണ് സാറിന് പറയാനുള്ളത്? എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ മൂക്കിന്റെ അകം മാത്രം കാണുന്ന ഒരു എൻഡോസ്കോപ്പി. അതായത് നമ്മൾ ആദ്യമേ തന്നെ മൂക്കിന്റെ ഉള്ളിൽ ചെറിയ പഞ്ഞികൾ വെച്ച് തരിപ്പിക്കും. അതായത് ലോക്കൽ കൊടുത്തിട്ട് അവിടെ നമ്മൾ തരിപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ലോക്കൽ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ഈ എൻഡോസ്കോപ്പ് പാസ് ചെയ്ത് പോകും. അതായത് നമ്മളിപ്പോൾ ഒരു കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതൊരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെല്ലാം കാണാൻ പറ്റും. അതിന്റെ റെക്കോർഡിംഗ് നമുക്ക് കിട്ടും. അത് കൃത്യമായ ഒരു രോഗനിർണയത്തിന് സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എൻഡോസ്കോപ്പി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനുശേഷം അതിന്റെ എന്തുമാത്രം ഉണ്ട് എക്സ്റ്റൻസീവ് ആണ് ഡിസീസ് എങ്കിൽ നമ്മൾ അതിന്റെ CTO അങ്ങനത്തെ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കുക. ഇനിഷ്യൽ സ്റ്റേജിലും പരമാവധി ഉള്ളതെല്ലാം നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റിൽ തന്നെ തീർന്നു പോകും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കൂടുതൽ ആളുകളിൽ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ അത് ഹീലാവേണ്ട ഒരു ടൈമായിട്ടും ഹീലായില്ലെങ്കിൽ പോലും ഡോക്ടറിനെ കാണിക്കാനായിട്ടൊരു മടി പല ആളുകളിലുണ്ട്. അങ്ങനെയുള്ളവർ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഒരു ബാമോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ടെമ്പററി റിലീഫിൻ്റെ പുറകെ പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ ഇതായിരിക്കും പിന്നീട് ഒരു വലിയൊരു ത്രോട്ട് ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു അസുഖത്തിൻ്റെ തുടക്കമാകും ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പല ആളുകളും ഈ ഒരു സിറ്റുവേഷൻ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണത ആളുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജലദോഷം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് നാൾ നമ്മുടെ സൗണ്ട് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതൊരു 2 ആഴ്ച കൂടുതലായി കഴിഞ്ഞാൽ സൗണ്ട് വ്യത്യാസം 2 ആഴ്ച കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. എന്തെങ്കിലും ഒരു സ്ട്രക്ചറലായിട്ട് അവിടെ എന്തെങ്കിലും നമ്മുടെ സ്വനപേടകം, അതായത് വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഒരു എൻഡോസ്കോപ്പ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു വീഡിയോ ലാരിംഗോസ്കോപ്പ് എന്നാണ് അതിന് പറയുന്നത്. അതും നമ്മൾ OP വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോസ്കോപ്പ് നമ്മുടെ വായിലേക്ക് കിടത്തിയതിനു ശേഷം, അതായത് നമ്മൾ നാക്ക് പിടിച്ച് ജസ്റ്റ് ആ എൻഡോസ്കോപ്പിന്റെ അഗ്രഭാഗത്തിൽ ഒരു ക്യാമറയുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ആ സ്വനപേടകം കാണുകയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ പോളിപ്പുകൾ അല്ലെങ്കിൽ നൊഡിയൂളുകൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെയാണ് ഈ പെർമനന്റ് ആയിട്ട് നമ്മൾ വോയിസ് ചേഞ്ച് വരിക. മാത്രമല്ല നമ്മുടെ ഈ ഒരു വിഭാഗം ആൾക്കാർ, അതായത് പുകവലി, ടുബാക്കോ യൂസ്, അതായത് അങ്ങനെയുള്ളവരിൽ ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങളുടെ ആദ്യത്തെ ചേഞ്ച് പോലും നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുകൊണ്ട് അതാണ് അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പൊ ഇതൊരു നമ്മുടെ ഈ രോഗനിർണയത്തിന് സഹായിക്കുന്ന ഈ ഒരു എൻഡോസ്കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ വോയിസ് ചേഞ്ച് ഉള്ളവരിൽ ചെയ്യേണ്ടത്. അല്ലാതെ അതൊന്നും നിസ്സാരമായിട്ട് തള്ളരുത്.
ആദ്യത്തെ ഒരു 2-3 ദിവസം നമുക്ക് ജലദോഷം വന്നു തൊണ്ടയടഞ്ഞു എന്ന് പറയുന്നത് അത് ഒരാഴ്ചയൊക്കെ മാക്സിമം പോയി നിൽക്കുകയുള്ളൂ. അല്ലാത്ത ഇത് നമ്മൾ നെഗ്ലിജൻ്റ് ആയിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസിന് കാര്യമായ ഗണ്യമായ കുറവ് വരും. മാത്രമല്ല ഈ തൊണ്ടവേദന എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ ആസിഡ് റിഫ്ലക്സുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് വയറ്റിൽ നിന്ന് വരുന്ന റിഫ്ലക്സുകൾ കൊണ്ട് ഈ ഏരിയയിൽ, അതായത് നമ്മുടെ ത്രോട്ടിലെ കോശങ്ങളിൽ പെർമനന്റ് ആയിട്ട് ചേഞ്ചസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എൻഡോസ്കോപ്പിയിൽ കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ വിട്ടുമാറാത്ത തൊണ്ടവേദന ഉള്ളവരുടെയൊക്കെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ തൊണ്ടയിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നവരുടെ അവരുടെയും അതിന്റെ സിംറ്റമാറ്റിക്കലി നമുക്ക് റിലീഫ് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുഡ്, നമ്മളിപ്പോൾ കഴിക്കുന്നത് കൂടുതൽ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളൊക്കെ നമ്മൾ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കിടന്നുറങ്ങുന്നവരാണ് കൂടുതൽ. അപ്പം നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ 30 മിനിറ്റിലാണ് ഏറ്റവും കൂടുതൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നത്. ആ ആസിഡ് റിഫ്ലക്സ് വന്നു കഴിയുമ്പോഴത്തേന് ആസിഡ് സെക്രീഷൻ, അതായത് നമ്മുടെ ദഹനത്തിന് വേണ്ടി അത് റിഫ്ലക്സ് ആയിട്ട് നമ്മുടെ തൊണ്ടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അത് അവിടുത്തെ ടിഷ്യൂസ് അതിനൊന്നും അനുയോജ്യമായ ടിഷ്യൂസ് അല്ല. അപ്പോൾ അവിടെ കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയും അങ്ങനെയാണ് നമുക്കിതിൽ പെർസിസ്റ്റന്റ്, അതായത് ലാരിംഗോ റിഫ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ ഭാഷയിൽ. അപ്പോൾ അതും നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക, എരിവും പുളിയുള്ള സാധനങ്ങൾ കുറയ്ക്കുക. 8 മണിക്ക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 10 മണി വരെ 2 മണിക്കൂറെങ്കിലും മിനിമം ഒരു ഗ്യാപ്പ് കൊടുത്ത് കിടക്കുക. ഇതൊക്കെ അതിന് നമ്മൾ മാറ്റം വരുത്തേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് നാൾ നമ്മൾ ഡ്രഗ്സ് ട്രീറ്റ്മെന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും.